ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്യുമ്പോഴും കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണമല്ലേ. അതുപോലെ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോഴും നിങ്ങൾ കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. ഈ ഒരു സ്റ്റെപ്പുകളെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അഥവാ SDLC എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് ഹൈ ക്വാളിറ്റിയിലുള്ള സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്നതാണ് SDLCയുടെ ഉദ്ദേശം. SDLCയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. ഇവിടെ ക്ലയൻസുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എത്ര ഒരു ലെവൽ വേണം, അതുപോലെ ഇതിൽ എത്രത്തോണ്ട് റിസ്ക് ഫാക്ടർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈനിങ് ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നതാണ്. ഇവിടെ നേരത്തെ ക്ലയൻസുമായിട്ട് സംസാരിച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു ഡോക്യുമെൻ്റ് ഫോർമാറ്റിൽ തയ്യാറാക്കി വെക്കുകയാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിനെ SRS ഡോക്യുമെൻറ്റ് അഥവാ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. ഇവിടെ യൂസറുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള മോർ അട്രാക്റ്റീവും അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡിസൈൻ അനുസരിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. യൂസറുടെ റിക്വയർമെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ അനലൈസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്ലോയ്മെൻ്റ് ആണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫുൾ എറർ ഫ്രീ ആയിട്ടുള്ള ഫൈനൽ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ആണ്. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. യൂസറുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അപ്ഡേറ്റ് ചെയ്യാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ കടന്നു പോകുന്ന സ്റ്റെപ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.